തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളുടെ ഏകമകൻ. അവനെ അച്ഛനും അമ്മയും വല്ലാതെ ലാളിച്ചു വളർത്തിയതാണ്. കുട്ടിക്കാലം മുതൽ മകൻ ചോദിക്കുന്നതെല്ലാം അവർ നൽകി. 20-ാം വയസ്സിൽ അവന് 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തു. ആ വാഹനം ഓടിച്ച് മടുത്തപ്പോൾ ആഡംബരക്കാർ വേണമെന്നായി ആവശ്യം. അതിനായി അവൻ വീട്ടിൽ നിരന്തരം ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലെന്ന് അച്ഛൻ വിനയാനന്ദൻ പറഞ്ഞെങ്കിലും മകൻ കൂടുതൽ വാശി പിടിച്ചു. മകൻ്റെ പിടിവാശിയിൽ മനമെടുത്ത പിതാവ് ഒടുവിൽ യുവാവിൻ്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിച്ച് ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഹൃതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വഞ്ചൂർ സ്വദേശി വിനയാനന്ദന്റെ ഏക മകനാണ് 22-കാരനായ ഹൃത്വിക്. ഒരു വർഷം മുമ്പ് വിനയാനന്ദൻ മകന് 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. ഇതാണിപ്പോൾ മകൻ ഉപയോഗിക്കുന്നത്. ആഡംബര കാർ വേണമെന്ന് കുറച്ചു ദിവസങ്ങളായി ഹൃത്വിക് പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കാർ വാങ്ങാനുള്ള സാമ്പത്തികാവസ്ഥ ഇപ്പോൾ ഇല്ലെന്ന് വിനയാനന്ദൻ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഹൃത്വിക് തയ്യാറായില്ല. ഇതേ ചൊല്ലിയുണ്ടായ വഴക്കിനിടെ ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് ചെറുക്കുന്നതിനിടെയാണ് പിതാവ് കമ്പിപ്പാരയെടുത്ത് മകന്റെ തലക്കടിച്ചത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച യുവാവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഹൃത്വിക്. ഹൃത്വിക്കിന്റെ സുഹൃത്തിന്റെ പരാതിയിൽ പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ വിനയാനന്ദൻ ഒളിവിൽ പോയെന്നാണ് വിവരം. മകനെ ആക്രമിച്ച ശേഷം പിതാവ് വീട് വിട്ടിറങ്ങി പോയതായാണ് പോലീസിന് ലഭിച്ച മൊഴി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.